അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾ പാപമോചനത്തിൻ്റെ പത്താവുന്ന മഗ്ഫിറത്തിൻ്റെ 10 കഴിഞ്ഞ് നരകമോചനത്തിൻ്റെ 10ലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. വിശുദ്ധ റമളാൻ്റെ ഏറ്റവും പവിത്രമേറിയ അതിൻ്റെ അവസാനത്തെ സമയം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാളും ഏറ്റവും പുണ്യമായ രാത്രി, അതെല്ലാം ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10, അത് ഇത്ഖും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10 അറിയപ്പെടുന്നത്. ഹബീബായ തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശദ്ദ മിഹ്സറഹു വഅയ്ഖള അഹ്ലഹു, തൻ്റെ വീട്ടുകാരെയൊക്കെ ജാഗ്രതപ്പെടുത്തി അവരെല്ലാം സജ്ജമാക്കി അരമുണ്ട് മുറുക്കിയെടുത്ത് പ്രത്യേകമായി ആരാധനകൾക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു ശൈലി തിരുജീവിതത്തിലുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. നരകമോചനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അസ്സഅദത്തുൽ അബദിയ്യ, ശാശ്വതമായ വിജയം, ദുനിയാവിലെയും നാളെ ആഖിറത്തിലെയും വിജയം. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നരകമോചനം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ്റെ നോമ്പുകളിലൂടെ, മറ്റു ആരാധനകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ സാധിച്ചെടുത്ത ഹൃദയവിശുദ്ധി, ആ ഹൃദയവിശുദ്ധിയോടുകൂടെയാണ് അവസാനത്തെ 10ലേക്ക് ഒരാൾ പ്രവേശിക്കേണ്ടത്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ഹദീസിൽ കാണാം, വലിയ ഒരു ശബ്ദം, ഇതുവരെ അവർ കേൾക്കാത്ത ഒരു സ്ഫോടനാത്മകമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ട മാത്രയിൽ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചു, ഓ നബിയെ, എന്താണ് ഒരു ശബ്ദം കേട്ടത്? ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശബ്ദത്തെ നരകത്തിൻ്റെ ഭയവിഹ്വലമായ, നരകത്തിൻ്റെ ഭീകരമായ ഒരവസ്ഥയെ പഠിപ്പിക്കാനാണ് സ്വഹാബത്തിൻ്റെ ആ ചോദ്യത്തെ ഇങ്ങനെയാണ് തങ്ങൾ മറുപടി കൊടുത്തത്. നരകത്തിൻ്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലുഹു ആലം, അറിയില്ല നബിയെ. തിരുശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അപ്പോൾ തിരുനബി അരുളി, എന്നാൽ 70,000 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് വലിയ ഒരു കല്ല് ഇട്ടാൽ ആ നരകത്തിൻ്റെ താഴ്ചയിൽ ആ കല്ല് പതിക്കുന്ന, 70,000 വർഷങ്ങൾക്ക് ശേഷം പതിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദം പോലെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം. അപ്പോൾ അവർക്ക് മനസ്സിലായി, നരകം അത്രയും വലുതാണ്, നരകം അത്രയും ഭീകരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പലവരും പല വേളകളിലും നരകത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശാശ്വതമായ ദുഃഖം മാത്രമാണ് നരകത്തിലുള്ളത്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, സൂറത്തുൽ അഅ്ലയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ആ നരകത്തിൽ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ നരകവാസികൾക്ക് മരണമില്ല. അത്രയും കാഠിന്യമേറിയ ശിക്ഷകൾ അനുഭവിക്കുമ്പോഴും അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് നരകത്തിലെ പ്രത്യേകത. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ ശിക്ഷ ഏൽക്കുമ്പോൾ ആ കുറ്റവാളി അവൻ്റെ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വേദന അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. നരകത്തിൽ കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവരുടെ മാംസങ്ങൾ വെന്തുരുകുമ്പോഴും അവരുടെ തൊലികൾ
ചർമ്മങ്ങൾ അത് ഉരുകിയൊലിക്കുമ്പോഴും അവിടെ ബദ്ദൽനാഹും ജുലൂദൻ, അതിനു പകരമായി അല്ലാഹു തആല പുതിയ മാംസങ്ങളെയും പേശികളെയും തൊലികളെയും സംവിധാനിച്ച് വീണ്ടും ആ നരകാഗ്നിയിൽ വെന്തുരുകേണ്ട, ആ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയാണ് നരകത്തിലുള്ളവർക്കുള്ളത്. അതുകൊണ്ടാണ് ആ നരകത്തിൽ മരിക്കേണ്ടി വരുന്നില്ല, ആ നരകത്തിൽ അവർക്ക് സുഖമായ ജീവിതവും അവർക്കില്ല എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. സുഖ് ഫഇന്നക അൻതൽ അസീസുൽ കരീം. നരകത്തിൽ കിടക്കുന്ന ആളെ പരിഹസിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു വാക്ക് ഖുർആനിൽ കൊണ്ടുവരുന്നുണ്ട്. എടാ, നീ വലിയ മാന്യനായിരുന്നില്ലേ, നീ നാട്ടിൽ വലിയ പേരുള്ള ആളായിരുന്നില്ലേ, ഇതൊക്കെ ആ നരകത്തിൻ്റെ വേദനകളും അതിൻ്റെ യാതനയും നീ നന്നായി അനുഭവിച്ചോളൂ എന്ന് അല്ലാഹു തആല ആ നരകവാസികളോട് പറയുന്ന രംഗം. അതുപോലെ തന്നെ അല്ലാഹു തആല മറ്റൊരു ആയത്തിൽ ഈ നരകത്തിൻ്റെ അവസ്ഥകൾ പറയുന്നുണ്ട്. ഹമീം, ആ നരകത്തിൽ കുടിപ്പിക്കുന്ന ഒരുപാട് കാലം ആ നരകവാസികൾ ഈ ദുന്യാവിൻ്റെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള ആ തീ അനുഭവിച്ച് വെന്തുരുകി അവരിങ്ങനെ ദാഹിക്കുന്ന സമയത്ത് അവർ വെള്ളം ചോദിക്കുന്നുണ്ട്. ആ വെള്ളം അവർക്ക് കുടിപ്പിക്കുന്നത് ഹമീം എന്നുള്ള കടുത്ത ചൂടുള്ള വെള്ളമാണ്. ഇവിടത്തെ ആ ഡിഗ്രിയല്ല, ഇവിടത്തെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള ആ തീയിൽ പതപ്പിച്ചെടുത്ത വെള്ളമെന്ന് പറയുന്നത് ഹമീം എന്നാണ്. ഹദീസുകളിൽ കാണാം, ആ വെള്ളത്തിൻ്റെ ആ ചൂടിൻ്റെ കാഠിന്യം, ആ വെള്ളത്തിൻ്റെ ആവി തട്ടുമ്പോഴേക്കും മുഖത്തെ മാംസങ്ങൾ അടർന്ന് വീഴുന്ന രൂപത്തിലാണ്. ആ വെള്ളമാണ് അത്രയും ദാഹിച്ച് പ്രതീക്ഷയോടെ നരകവാസികൾ കുടിക്കുന്നത്. ആ വെള്ളം കുടിക്കുമ്പോഴുള്ള ദാരുണമായ അവസ്ഥകൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ആ നരകവാസികൾക്ക് ഒരുപാട് കാലത്തിന് ശേഷം അവർ ഭക്ഷണം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് സഖൂം, തആമുൽ അസീം. ആ സഖൂം എന്ന് പറയുന്ന വിഷച്ചെടിയുടെ മുള്ള് പോലെയുള്ളൊരു സാധനമാണ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അങ്ങനെ തിന്നുമ്പോഴുള്ള രംഗം, അതിങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി ആ മുള്ളുകൾ തറച്ച് ആ നരകത്തിലെ ആളുകൾ യാ മാലിക് നരകം കാക്കുന്ന മലക്കിനെങ്ങനെ വിളിക്കും, ഓ മാലിക്കേ ഖദ് അസ്ഖലനൽ ഹദീദ്, വലിയ ഇരുമ്പിൻ്റെ ചങ്ങലക്കളെ കൊണ്ട് ഞങ്ങളെ ഇതാ ബന്ധിച്ചിരിക്കുന്നു. അത് നദിജത്ത് മിന്നൽ ജുലൂദ്, ഞങ്ങളുടെ തൊലികൾ ഇങ്ങനെ ഒലിക്കുമ്പോഴും പുതിയ തൊലികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തണം എന്നാണ് മാലിക് എന്ന മലക്കിനോട് നരകവാസികൾ ചീറി കരഞ്ഞ് അവർ ആർപ്പ് വിളിച്ച് അവർ വലിയ ശബ്ദത്തോടുകൂടെ അവർ ആ നൊമ്പരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ നരകത്തിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ആ നരകവാസികൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ 1 മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിന്നന്നാർ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഈ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായും അധികം ചോദിക്കുന്നത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ എനിക്ക് നരകമോചനം നൽകണേ, എനിക്ക് സ്വർഗപ്രവേശം നൽകണേ എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. അള്ളാഹു സ്വീകരിച്ചാൽ, ഒരു ദുആ അള്ളാഹു ഖബൂലാക്കിയാൽ നമ്മുടെ ഈ റമദാൻ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതായി, ഈ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ 10 നിരന്തരമായി നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആ നരകത്തെ തൊട്ടുള്ള കാവൽ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നരകമോചനം നൽകി സ്വർഗപ്രവേശനം നൽകി വിജയിപ്പിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.